ധൃതരാഷ്ട്രപുത്രരായ കൗരവരും പാണ്ഡുപുത്രരായ പാണ്ഡവരും ഹസ്തിനപുരിയിൽ ഒരുമിച്ചു വളർന്നു. പഠനത്തിലും കളികളിലും പാണ്ഡവരാണ് മികവ് പ്രദർശിപ്പിച്ചിരുന്നത്. പാണ്ഡവരുടെ വളർച്ചയിൽ കൗരവർക്ക് കടുത്ത അസൂയ തോന്നി, പ്രത്യേകിച്ചും മൂത്തവനായ ദുര്യോധനന്. അതുകൊണ്ട് പാണ്ഡവരിൽ ഏറ്റവും കരുത്തനായ ഭീമസേനനെ എങ്ങനെയും വധിക്കണമെന്ന് ദുര്യോധനൻ ഉറച്ചു. ഒരു ദിവസം കുട്ടികളെല്ലാവരും പുഴയിൽ ചാടി കളിക്കുകയായിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണ സാധനങ്ങൾ കരയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞ് ഏവരും ഭക്ഷണം കഴിക്കാൻ കരയ്ക്ക് കയറി. ദുര്യോധനൻ ആരുമറിയാതെ ഭീമസേനന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. ശക്തനായ ഭീമൻ വിഷം അകത്തു ചെന്നപ്പോൾ ബോധം കെട്ട് തറയിൽ വീണു. കുട്ടികൾ എല്ലാവരും കൊട്ടാരത്തിലേക്ക് തിരികെ പോയെന്ന് ഉറപ്പുവരുത്തിയ ദുര്യോധനൻ കാട്ടുവള്ളികൾ കൊണ്ട് ഭീമനെ വരിഞ്ഞുകെട്ടി പുഴയിലേക്ക് തള്ളി. പുഴയുടെ അടിയിലേക്ക് താണുപോയ ഭീമനെ അവിടെയുള്ള വിഷസർപ്പങ്ങൾ കടിച്ചു. സർപ്പങ്ങളുടെ വിഷമേറ്റപ്പോൾ അകത്തുള്ള വിഷത്തിന്റെ വീര്യം കുറഞ്ഞ ഭീമന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞു. സർപ്പങ്ങൾ ഭീമനെ തങ്ങളുടെ രാജാവായ വാസുകിയുടെ മുമ്പിൽ ഹാജരാക്കി. കരുത്തനായ ഭീമനോട് സ്നേഹം തോന്നിയ വാസുകി ഒരു പാനീയം ഭീമന് കുടിക്കാൻ നൽകി. 1000 ആനകളുടെ കരുത്ത് ഒരുമിച്ച് ലഭിക്കാൻ ശക്തി നൽകുന്നതായിരുന്നു ആ പാനീയം. ഭീമനെ തിരികെ കാണാത്തതിൽ കുന്തിയും സഹോദരങ്ങളും കൊട്ടാരവാസികളും പരിഭ്രമിച്ചു. ഭീമൻ മരിച്ചുപോയെന്ന് മനസ്സിൽ സന്തോഷിച്ച ദുര്യോധനൻ ആ സന്തോഷം ഉള്ളിലൊതുക്കി കൊട്ടാരവാസികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. 8ാം ദിവസം ഭീമൻ 1000 ആനകളുടെ ശക്തി സംഭരിച്ച് തൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും അടുക്കൽ മടങ്ങിയെത്തി.